സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണവേദനയിലായി. അടുക്കൽ ചെന്ന് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റു കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരെ ഭയപ്പെട്ട് ഇവനാർ, അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരുവെഴുത്ത് ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിലും ലൂക്കോസിലും നമുക്ക് വായിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് യേശുവും ശിഷ്യന്മാരും കൂടെയുള്ള യാത്രയില് ശിഷ്യന്മാരുടെ ഉള്ളിൽ വന്ന ഭയം, ആശങ്ക, ആ സാഹചര്യത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കകത്ത് വീട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു കൂടെ ഉണ്ടായിരുന്നിട്ടും ശിഷ്യന്മാർക്ക് വളരെ ആശങ്കയും ഭയം നേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും പലപ്പോഴും കാറ്റും കോളും കാണുമ്പോൾ, വലിയ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, കടലുകൾ ഇളകി വരുമ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ നാം ഇതേപോലെ തന്നെ ഭയത്തിനടിമയായി മാറാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നീ കാറ്റിനെയും കടലിനെയും കണ്ട് ഭയപ്പെടരുത്. ലേരിയ, ഈ ഭൂമിയിലെ പ്രതിസന്ധികളെ കണ്ട് നീ ഭാരപ്പെട്ടു പോകാതെ, യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ, യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ കർത്താവിൽ ശക്തി പ്രാപിക്കണം. രക്തം ചെയ്യും. ശിഷ്യന്മാരെ പോലെ ഭയപ്പെടാൻ, ആശങ്കപ്പെടുവാട്ടയാകരുത്. ലൂക്കോസിന്റെ വിശേഷം 8-ാം അധ്യായം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെ കുറിച്ച് എന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് തണ്ടിന്മേൽ വെച്ച വിളക്കിന്റെ ഉപമയെക്കുറിച്ച് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് യേശുക്രിസ്തുവിന്റെ അമ്മയും തന്റെ സഹോദരിമാരും കൂടെ യേശുവിന്റെ അരികിൽ വരുന്നത് നമുക്കവിടെ കാണാം. നാലാമത് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. അല്ലേ യേശു കർത്താവ്. അപ്പം കാറ്റിനെയും കടലിനെയും ശാസിച്ച് അവയെ അതിൻ്റെതായ പാതയിലേക്ക്, അതിൻ്റെതായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ അധികാരമുള്ള ഒരു നല്ല കർത്താവ് നമുക്കുള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവിൽ നാം ഭയപ്പെടാതെ ക്രിസ്തുയേശുവിൽ ഉറപ്പോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് അനവധി വാഗ്ദത്തങ്ങളെ തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾക്കകത്ത് നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് ജീവിതം മുമ്പോട്ട് നേരായ പാതയിലൂടെ ആശങ്കകൾ കൂടാതെ, ഭയം കൂടാതെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലേരിയ. മത്തായിയുടെ വിശേഷം അല്ലേരിയ വായിക്കുമ്പോൾ, മത്തായിയുടെ വിശേഷം അല്ലേരിയ സ്തോത്രം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 23 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവൻ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്ത് ചെന്ന് കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട് അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. അല്ലേരിയ. നമ്മൾ ലൂക്കോസിൽ വായിച്ച നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു. ഇവിടെ നമ്മൾ വായിച്ച കർത്താവെ ഞങ്ങൾ നശിച്ചു പോകുന്നു. യേശുവോട് നിങ്ങൾ ഭീരുക്കളാകരുത്, അല്പവിശ്വാസികളാകരുത്, വിശ്വാസത്താൽ നിങ്ങൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി,
നിന്റെ ജീവിതത്തിൽ കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ, വലിയ പേമാരിയുടെ അനുഭവം നിനക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തെ മുക്കിക്കളയുമെന്ന് തോന്നുന്ന വിധത്തിൽ, നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളയുമെന്ന് തോന്നുന്ന വിധത്തിൽ സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോൾ, നിന്റെ അമരത്ത് യേശു ഉണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ, നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ, നീ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്, വല്ലാത്ത പ്രതിസന്ധികൾ നിറയപ്പെട്ടതാണ്. ഏതു വിധത്തിലും ദൈവഭക്തന്മാരെ നശിപ്പിച്ചു കളയുവാൻ, ദൈവഭക്തരെ നശിപ്പിച്ചു കളയുവാൻ സാത്താൻ പലവിധമായ തന്ത്രങ്ങളുമായി വരുമ്പോഴേ, അതിന്റെ നടുവിൽ നീ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കണം. രക്തം ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ചില വ്യക്തികളോട് ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന, നിന്റെ ജോലിയിൽ വ്യാപരിക്കുന്ന, നിന്റെ നന്മയ്ക്കെതിരെ പോരാടുന്ന, നിന്റെ തലമുറയ്ക്കെതിരെ പോരാടുന്ന കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ, പേമാരി പോലെയുള്ള വിഷയങ്ങൾ, ഹല്ലേലൂയ, കടലിളകി വരുന്നത് പോലെ തിരമാലകൾ പൊങ്ങി വരുമ്പോൾ അത് കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ അതിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവൻ, നിന്നെ അതിൽ വിടുവിക്കാൻ കഴിയുന്നവനാ യേശു ക്രിസ്തുവിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ നീ പരാജയപ്പെടുകയില്ല കേട്ടോ. രക്തം ചെയ്യും. നിന്റെ അവസ്ഥകളെ മാറ്റിത്തരുവാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലരൊക്കെ വളരെ ഭയത്തിനും ആശങ്കയ്ക്കും വിധേയപ്പെട്ട് കഴിയുന്നവരാണ്. പലതിനെയും നിങ്ങൾ ഭയപ്പെടുന്നു. പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തലതുവർത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. സ്തോത്രം. അവിടെ നിങ്ങൾക്ക് യേശുവിന്റെ സാന്നിധ്യം ആവശ്യമാണ്. രക്തം ചെയ്യും. ഇവിടെ യേശു പറയാ, ഹല്ലേലൂയ, അല്പവിശ്വാസികളെ, ഹല്ലേലൂയ, നിങ്ങൾ ഭീരുക്കൾ ആകുന്നത് എന്ത്? നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ഭീരുക്കളായി പോകരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഭീരുവാകരുത്. ഹല്ലേലൂയ. സാത്താൻ നിങ്ങളെ പരീക്ഷിക്കുവാൻ പലവിധമായ പരിശോധനകൾ കടന്നു വരും. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ ഹൃദയത്തെ അവൻ വശീകരിക്കും സാത്താൻ. ഹല്ലേലൂയ. അവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളൊരു ഭീരുവിനെ പോലെയായി മാറും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിശാചിന്റെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കാതെ, ഹല്ലേലൂയ, യേശു ക്രിസ്തു നമ്മോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെ, കാറ്റിനെയും കടലിനെയും ശാസിച്ചതിന് ശാന്തത വരുത്തിയ യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റും കോളും അടിക്കുമ്പോൾ അതിനെ കണ്ട് നീ ഭയപ്പെടരുതെന്നാണ് ഞാൻ പറഞ്ഞേ. അതിന് ശാന്തത വരുത്തുന്ന യേശു കൊണ്ട് ആ യേശുവിനെ നീ അനുഗമിക്കണം. നമ്മുടെ ആളുകൾ പലരും കുടുംബം പോറ്റാൻ വേണ്ടി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്തിട്ട്, ഹല്ലേലൂയ, വിവിധ നിലകളിൽ പണങ്ങൾ കടം വാങ്ങി, ലോണെടുത്തും പലിശയ്ക്ക് വാങ്ങിയൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നു പോയിരിക്കുന്നവരുണ്ട്. വിദേശ രാജ്യത്ത് കടന്നു ചെന്നിട്ടും ജോലികൾ ലഭ്യമല്ലാതെ, ആമീൻ, വേണ്ടതുപോലെ ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ കണ്ണുനീരോടെ കഴിയുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയാൻ കാരണം, പല ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, പക്ഷേ സകലവും നഷ്ടപ്പെടുത്തിയിട്ടാ ഈ രാജ്യത്ത് വന്നത്. വേണ്ടതുപോലെ ഒരു ജോലി ചെയ്യാൻ കഴിയുന്നില്ല, വേണ്ടതുപോലെ ഒരു സാലറി കിട്ടിയിട്ടില്ല, വാങ്ങിച്ച കടങ്ങളൊന്നും കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല, ആമീൻ, ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, കണ്ണുനീരും മാത്രമാണ്. കാറ്റും കൊടുങ്കാറ്റും പേമാരിയും പോലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുക. പക്ഷെ പ്രാർത്ഥിക്കണം എന്ന് പലരും സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുക. അത് എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കുടുംബ പ്രാരാബ്ദം ഏറ്റെടുത്ത് വിദേശ രാജ്യത്ത് കടന്നുപോയി കഷ്ടം സഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, നിന്റെ ഹൃദയത്തിൽ നീ യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ, നിന്റെ ഉള്ളിൽ നീ യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ, യേശുവിന്റെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ വന്നാൽ, ഹല്ലേലൂയ, അതിനുവേണ്ടി നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, എത്ര വലിയ കാറ്റായിരുന്നാലും കൊടുങ്കാറ്റായിരുന്നാലും പേമാറ്റിയായിരുന്നാലും അതിനെ നീക്കി നിന്റെ തകർച്ചയിൽ നിന്ന്, നിന്റെ താഴ്ച നിന്നെ ഉയർത്തുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും.
അതുകൊണ്ട് മണലാരണ്യത്തിൽ കഷ്ടം സഹിക്കുന്നവരോട് ഞാൻ പറയട്ടെ, വിദേശ രാജ്യങ്ങളിൽ കഷ്ടം സഹിക്കുന്നവരോട് പറയട്ടെ, നിന്റെ പടകിൽ യേശുവിനെ നീ സ്വീകരിക്കണം. അല്ലേ, നിന്റെ ജീവിതമാകുന്ന പടകിൽ നീ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം കൊടുക്കണം. നിന്റെ ജീവിതമാകുന്ന പടകിൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉറങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് നിന്നിൽ പ്രവർത്തിക്കുവാൻ നീ അവസരം കൊടുത്താൽ നിന്റെ സ്ഥിതിഗതികളെ എല്ലാം മാറ്റിത്തരുന്നവനായ യേശു. ഹല്ലേലൂയ. ഇവിടുന്ന് ഈ ഭാഗം തന്നെ, സ്തോത്രം, നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോഴും കാണുന്നത് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നത് അവിടെയും കാണാൻ കഴിയും. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 തൊട്ടുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവരെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്ന് വലിയ ശാന്തതയുണ്ടായി. ഈ 3 ഭാഗത്തും പറയുന്നത്, സ്തോത്രം, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് നിനക്ക് നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ? മത്തായി പറയാൻ, കർത്താവ് ഞങ്ങൾ നശിച്ചു പോകുന്നത് ശിഷ്യന്മാര് പറയാ. ഇവിടെ മർക്കോസിലേക്ക് വരും, ഗുരു, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. ഇവിടെ എല്ലാം പറയുന്നത് അവിശ്വാസത്തെക്കുറിച്ചും ഭീരുത്വത്തെക്കുറിച്ചുമാണ്. സുവിശേഷകർ 3 പേര് ഈ ഭാഗം എടുത്ത് സംസാരിക്കുമ്പോൾ ഈ 3 ഭാഗവും ഞാൻ വായിക്കും കാരണമായി തീർന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭീരുത്വം, അവിശ്വാസത്തെ നീക്കിക്കളഞ്ഞ് നാം വിശ്വാസത്താൽ നിറയപ്പെടണം. പ്രൈസറോ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകുന്നുവെന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പ്രൈസറോ. അപ്പൊ നിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ ഉള്ളിൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, ആ വിശ്വാസത്താലാണ് നീ യാത്ര ചെയ്യുന്നെങ്കിൽ, ആ വിശ്വാസത്താലാണ് നീ ഏത് കാര്യവും തുടങ്ങി വെക്കുന്നതെങ്കിൽ, അതിന് നേരെ കടന്നു വരുന്ന പ്രതിസന്ധികളെ തകർത്ത് കളയാൻ വരുന്ന പ്രതിസന്ധികളെ ദൈവം നീക്കിക്കളയും. ഹല്ലേലൂയ. നീ ഒരു ബിസിനസ് തുടങ്ങിയാൽ, നീ ഒരു കൃഷി തുടങ്ങിയാൽ, അത് വേണ്ട വിധത്തിൽ ബിസിനസ് ഉയരുവാൻ കഴിയാതെ, കൃഷി വേണ്ട വിധത്തിൽ ഫലം തരാതെ, നീ ഒരു ജോലി തുടങ്ങിയാൽ ജോലി നിനക്ക് സ്വസ്ഥമായി സമാധാനമായി ജോലി ചെയ്യുവാൻ കഴിയാതെ, നിന്റെ മക്കളുടെ ഉപരിപഠനത്തിൽ, നിന്റെ മക്കളുടെ പഠനത്തിൽ വേണ്ടതുപോലെ ഒരു വിജയം കാണാൻ കഴിയാതെ, കുടുംബ ജീവിതത്തിൽ വേണ്ടതുപോലെ ഉയർച്ച കാണാൻ കഴിയാതെ, എല്ലാ നിലകളിലും നിന്നെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ, നിന്നെ തകർക്കുന്ന വിധത്തിൽ പ്രതിസന്ധികൾ രൂക്ഷമായി വരുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പടകിൽ നീ യേശുവിനെ സ്വീകരിച്ചാൽ, ജീവിതമാകുന്ന പടകിൽ നീ യേശുവിനെ സ്വീകരിച്ചാൽ, നിന്നെ അതിൽ നിന്ന് വിടിവിക്കുവാൻ യേശുവിനെ കഴിയും. രക്തം ചെയ്യും. പലപ്പോഴും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, പല മേഖലകളിലും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങളിൽ പലരും വിവിധ പരാജയങ്ങളിലാണ്. സ്തോത്രം. നിങ്ങൾക്ക് വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു, വളരെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ അത് വിജയിപ്പാൻ കഴിയാതെ നിങ്ങൾ കഷ്ടം സഹിക്കുക. അപ്പൊ തടാകത്തിന് അക്കരയ്ക്ക് പോകാൻ വേണ്ടി യാത്ര പുറപ്പെട്ട യേശുക്രിസ്തുവും ശിഷ്യന്മാരും തടാകത്തിന് അക്കരെ എത്തുവാൻ കഴിയാത്ത വിധത്തിൽ, ഹല്ലേലൂയ, അവർക്ക് ആ ഗദരദേശത്തേക്ക് ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ, ഹല്ലേലൂയ, വലിയ കാറ്റും കോളും കടലിൽ ഉണ്ടാകുകയാണ്. പ്രൈസലോ. അത് തന്നെയാണ് ശ്രോതാവ് ഇന്ന് സംഭവിക്കുന്നത്. നീ തുടങ്ങിവെച്ച യാത്ര, അതിന്റെ ലക്ഷ്യം കാണുവാൻ കഴിയാതെ, നീ തുടങ്ങിവെച്ച ജോലി, നിന്റെ തുടങ്ങിവെച്ച ബിസിനസ്, നിന്റെ തുടങ്ങിവെച്ച കൃഷിക്കകത്തൊരു വിജയം കാണാൻ കഴിയാതെ, അത് പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയാതെ അതിനെ നശിപ്പിച്ചു കളയുന്ന അനവധി പിശാചിന്റെ പദ്ധതികളുണ്ട്. പ്രൈസലോ. അതിനെ നീ ജയിക്കണം, രക്തം ചെയ്യണം. ഇന്ന് പകരം ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത ഏതാണ്? നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ ഏതാണ്? നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഏതാണ്? പ്രൈസലോ.
മുമ്പോട്ട് കുതിക്കുവാൻ കഴിയാതെ വണ്ണം തടഞ്ഞു നിർത്തുന്ന പൈശാചികമായ ശക്തികളെ നീ പരാജയപ്പെടുത്തണം. രക്തം ചെയ്യണം. പ്രൈസലോ. യേശുക്രിസ്തു നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ജീവിതമാകുന്ന പടകിലില്ലെങ്കിൽ കടന്നു വരുന്നതെല്ലാം നിനക്ക് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളായിരിക്കും. നീ കടന്നു പോകുന്ന മേഖലയിലെല്ലാം ഭയങ്കര ഭീരുവായിട്ട് നീ ചെന്ന് ഭവിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്റെ അധപ്പതനം കാത്തിരിക്കുന്ന അനവധി ആളുകളുടെ മുമ്പിൽ നീ പരാജയപ്പെട്ടു പോകും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവിടെ നീ ജീവിതം വിജയിച്ച് കാണിക്കണം. ക്രിസ്തു യേശുവിൽ നീ വിശ്വസിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിന് നിന്റെ ജീവിതമാകുന്ന പടകിനകത്ത് സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആലോചന പ്രകാരം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആലോചന പ്രകാരം നീ മുമ്പോട്ട് യാത്ര ചെയ്താൽ, ഹല്ലേലൂയ, ഒരു കാറ്റിനും കോളിനും ഒരു ശത്രുവിന് നിന്നെ തകർക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ രക്തം ചെയ്യും. യേശു ക്രിസ്തുവിന് കഴിയും. രക്തം ചെയ്യും. ഇന്ന് പലരുടെ ഹൃദയത്തിനകത്ത്, പലരുടെയും ജീവിതമാകുന്ന പടകിനകത്ത് യേശു ഇല്ലാത്തത് കൊണ്ടാണ് പലരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ, തടാകത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെയുള്ള ഭയം കടന്നു വരുന്നത്. ഇവിടെ നിങ്ങൾ അല്പവിശ്വാസികളായി മാറരുത്, ഭീരുക്കളായി മാറരുത്. പ്രശ്നം നിന്റെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, ഹല്ലേലൂയ, പരിഹാസങ്ങൾ നിനക്ക് നേരെ വർദ്ധിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, സകലരും നിന്നെ താഴ്ത്തുമ്പോൾ, നിന്നെ അപമാനിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ തകർന്നു പോകാതെ, നീ അവിശ്വാസിയായി മാറാതെ, ഒരു ഭീരുവായി മാറാതെ, ഹല്ലേലൂയ, നിന്റെ പടകിൽ, നിന്റെ ജീവിതമാകുന്ന പടകിൽ യേശുവിനെ, ഹല്ലേലൂയ, നീ ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ യേശു രക്ഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുകയായിരുന്നു. യേശു പടകിന്റെ അമരത്ത് കിടന്നുറങ്ങി. അപ്പോൾ കടലിൽ ശക്തമായ കാറ്റ് വീശുവാൻ തുടങ്ങി. പടക് വെള്ളത്താൽ നിറഞ്ഞ് ശിഷ്യന്മാർ ഭയന്നു വിറച്ചു. പരിഭ്രമിച്ചു പോയ അവർ യേശുവിനെ ഉണർത്തി. യേശു കടലിനെയും കാറ്റിനെയും ശാസിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവരോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു അമരത്തുണ്ടായിരുന്നിട്ടും, പടകിന്റെ അമരത്ത് യേശു ഉണ്ടായിരുന്നിട്ടും ശിഷ്യന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചിട്ട് അവരോട് ചോദിക്കുക, അല്പവിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും, ഞാൻ നിങ്ങളോട് കൂടെ യാത്ര ചെയ്തിട്ടും, ഈ പടകിൽ ഞാൻ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്നെ അറിഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ഭീരുത്വം കടന്നു വന്നത്, അല്പവിശ്വാസം കടന്നു വന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, യേശു ക്രിസ്തു പടകിന്റെ അമരത്തുണ്ടായിരുന്നിട്ടും, നിന്റെ ജീവിതമാകുന്ന പടകിൽ യേശു ഉണ്ടായിരുന്നിട്ടും, ഹല്ലേലൂയ, നീ പലപ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാറുണ്ട്. നിന്റെ വിശ്വാസം എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ ഒരിക്കലും അല്പവിശ്വാസിയായി മാറരുത്. വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്താൽ നിന്റെ ജീവിതത്തെ നീ മുന്നോട്ട് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വിശ്വാസം എന്നത് ഭയത്തെ അതിജീവിക്കുന്ന ഒരു ദൈവിക ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എന്ന് പറയുന്നത് ഭയത്തെ അതിജീവിക്കുന്ന ദൈവിക ശക്തിയാണ്. വിശ്വാസം എന്നത് കർത്താവിന്റെ മക്കളുടെ കൈകളിലേക്ക് കർത്താവ് നൽകിയിരിക്കുന്ന സർവായുധ വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് ഭയത്തെ ജയിക്കുന്ന ഒരു ദൈവശക്തിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ ഹൃദയങ്ങളിലേക്ക്, ദൈവജനത്തിന്റെ കരങ്ങളിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന സർവായുധ വർഗമാണ് വിശ്വാസം. സർവായുധ വർഗത്തെക്കുറിച്ച് നമ്മൾ വേറെ പഠിക്കാറുണ്ട് എഫേസ്യ ലേഖനത്തിൽ. ആ ഭാഗത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസം എന്ന പരിചയത്തൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ ഏരിയ സ്തോത്രം. അത് ദൈവം നിങ്ങളുടെ ഉള്ളിൽ പകർന്ന് വിശ്വാസം കെട്ടുപോകരുത്. രക്തം ചെയ്യാം. വിളക്കണഞ്ഞു പോകുന്നത് പോലെ, പ്രകാശം കെട്ടുപോകുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസം കെട്ടുപോയാൽ പിന്നെ അവിടെ ഇരുളാ വ്യാപരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, നമ്മളൊക്കെ വിളക്ക് വെട്ടത്ത് ജീവിക്കുന്നവരാ. പഴയ കാലങ്ങളിലെ വിളക്കല്ല, ഇന്നെല്ലായിടത്തും കരണ്ടായി. ഹല്ലേലൂയ. അപ്പം വെട്ടം ഏതുമായിരിക്കട്ടെ, ആ വെട്ടം അണഞ്ഞു പോയാൽ പിന്നെ അവിടെ ഇരുട്ടാണ്. ഇരുട്ടിൽ നമ്മൾ ഭയപ്പെടും. ഇരുട്ടിൽ നമുക്ക് ഭീരുത്വം ഉണ്ടാകും.
എന്ന് പറഞ്ഞ പോലെ നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം കെട്ടുപോയാൽ, നിന്റെ ജീവിതത്തിനകത്ത് വിശ്വാസം കെട്ടുപോയാൽ, പിന്നെ നീ ഒരു ഭീരുവായി മാറും. വിളക്കണഞ്ഞു പോയാൽ ഇരുട്ട് വരുന്നതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിന്റെ ജീവിതം ഇരുളുപോലെ, ഇരുളിന് സമാനമായ അനുഭവമായി മാറും. അത് തന്നെയാണ് ശിഷ്യന്മാർക്ക് സംഭവിച്ചത്. അല്ലേലും യേശു പടകിലുണ്ടായിരുന്നിട്ടും കടലിൽ, തടാകത്തിൽ കാറ്റും കോളും കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിലെ വിശ്വാസം കെട്ടുപോയി. വിളക്ക് കെട്ടുപോകുന്നത് പോലെ വിശ്വാസം കെട്ടുപോയപ്പോൾ അവർ കർത്താവിനെ വിളിക്കുക, നാഥാ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? നാഥാ, അമേ ഗുരുവോ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ആ അല്ലറി വിളിക്കുന്ന നിലവിളിയുടെ ആ ഹൃദയത്തിന്റെ അകത്തെ അവിശ്വാസത്തിന്റെ അവരുടെ ജീവിതത്തിലെ ഭീരുത്വത്തെ അവർക്ക് വെളിപ്പെട്ട് കാണിക്കുക. പ്രൈസലോ, ആ അനുഭവത്തിലേക്ക് നീ പോകരുത്. നിന്റെ ഹൃദയത്തിനകത്ത് ഇരുളി വ്യാപരിക്കുവാൻ നീ അവസരം കൊടുക്കാതെ നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം എന്ന വെളിച്ചം തെളിഞ്ഞു നിൽക്കണം. പ്രൈസലോ, വിശ്വാസം എന്ന വെളിച്ചം നിന്റെ ഹൃദയത്തിനകത്ത് പ്രകാശിച്ചു നിൽക്കുമ്പോഴാണ് ഹല്ലേലൂയ ശത്രുവിന്റെ സകല തന്ത്രങ്ങളെ നിനക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം വിശ്വാസം എന്നത് ഭയത്തെ അതിജീവിക്കുന്ന ദൈവിക ശക്തിയാണ്. വിശ്വാസം എന്നത് കർത്താവ് തന്റെ മക്കളുടെ കൈകളിലേക്ക് പകർന്നിരിക്കുന്ന ഒരു സർവായുധ വർഗമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരിക്കലും പതറിപ്പോകുകയില്ല. വിശ്വസിക്കുന്നവർ ഒരിക്കലും പതറിപ്പോകുകയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവൻ കർത്താവിൽ ബലം പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിശ്വാസം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ ഒരിക്കലും പതറിപ്പോകത്തില്ല. ഹല്ലേലൂയ. വിശ്വാസം നിന്നിൽ ഉണ്ടെങ്കിൽ നീ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് കേരളത്തിലായിരുന്നാലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായിരുന്നാലും ലോക രാജ്യങ്ങളുടെ ഏത് ഭാഗത്ത് നീ ഇരുന്ന് ഈ വചനം കേട്ടാലും നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ വിശ്വാസം വളർന്നെങ്കിൽ, വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ പതറിപ്പോകത്തില്ല. വിശ്വാസം നിന്നെ ശക്തിപ്പെടുത്തും. ഏത് തരത്തിലുള്ള ഭയാനകമായ സാഹചര്യത്തിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും അതിനെ എതിർത്ത് നിൽക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഹല്ലേലൂയ ദൈവം നിന്റെ ജീവിതമാകുന്ന പടകിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഭയാനകമായ അനുഭവത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയേക്കാം. പ്രൈസ്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് ഭയങ്കര കൊടുങ്കാറ്റാ, ഞങ്ങളുടെ വീടിന്റെ മേൽക്കൂരകളെല്ലാം പറന്നുപോയി, ഇനി മഴ പെയ്താൽ വീടിനകത്ത് വെള്ളം വീഴും. ഹല്ലേലൂയ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വീടിന് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതല്ലേ? അവരൊരു ഇൻഷുറൻസുകാരെയൊക്കെ കൊണ്ടുവന്ന് ഈ വീട് നന്നാക്കിയെടുക്കുമ്പോഴത്തേനും താമസമാവാസേ, അതിനു മുമ്പ് ഇത് നന്നാക്കിയെടുക്കുവാനുള്ള ഒരു മാർഗം ദൈവം നൽകണമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ചിന്തിക്കും വിദേശ രാജ്യത്ത് തന്നെ നിരവധി പണത്തിന്റെ മുകളിൽ ജീവിക്കുന്നവരാണൊക്കെ ചിന്തയുണ്ട്. ചിലരൊന്നും അങ്ങനെയല്ല കേട്ടോ, ചിലർക്ക് ഇന്ന് കട്ട സഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു കുടുംബമാണ്. അവർ രോഗി, ഒരു ഹാർട്ട് പേഷ്യന്റ് ഇവിടെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ദൈവം നിങ്ങളുടെ വീട്ടിന് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നിങ്ങളൊരു അവിശ്വാസിയായി മാറരുത്, അല്പവിശ്വാസിയായി മാറരുത്. നിങ്ങളുടെ വീടിന്റെ മേൽക്കൂര പോയത് കൊണ്ട് നിങ്ങളിപ്പോ ഒരു ഭീരുവിനെ പോലെ ഭവനത്തിനകത്ത് കഴിഞ്ഞുകൂടുകയാണ്. ശിഷ്യന്മാർക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റിയെന്ന് ഞാൻ അവരോട് പറഞ്ഞ് അവരെ ഒന്ന് വചനത്തിൽ ഉറപ്പിച്ച് ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവരുടെ വീടിന്റെ മേൽക്കൂര പണിതെടുക്കുവാൻ ദൈവം അത്ഭുതം ചെയ്തു കൊടുത്ത് വിറ്റത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാസേ, വീടിന്റെ പണി പൂർത്തീകരിക്കുവാനുള്ള അത്ഭുതം ദൈവം ചെയ്തത് പറഞ്ഞു. കാരണം നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവി, ദൈവവചനം കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ യേശു വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഭയാനകമായ ജീവിത സാഹചര്യത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ, നിന്റെ ജീവിതമാകുന്ന യാത്രയിൽ നിന്റെ ജീവിതത്തിന് കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ, തിരകളാൽ നിന്റെ ജീവിതം മുങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ, അവിടെ നീ ഭാരപ്പെട്ടു പോകേണ്ട നിന്റെ ജീവിതമാകുന്ന പടകിൽ യേശു ഉണ്ടെങ്കിൽ, യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ആ ഭയാനകമായ വിഷയത്തിൽ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ.
അപ്പൊ യേശു നിങ്ങളുടെ പടകിൽ ഉണ്ട് എന്നൊരു വിശ്വാസം വേണം കേട്ടോ. സ്തോത്രം. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ശ്രോതാവ്, ഈ നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ യേശുവില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ പടകിൽ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ സ്വീകരിക്കുന്നത്? രക്തം ചെയ്യും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതമാകുന്ന പടകിൽ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പാപ സ്വഭാവങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇടം കൊടുക്കാതെ ലോകരക്ഷിതാവായിരിക്കുന്ന സകല മാനകുലത്തിന്റെയും രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കുമ്പോൾ, നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിച്ച് ദൈവത്തിനെ നിങ്ങളെ സമർപ്പിക്കുമ്പോൾ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം തന്ന യേശുവിന്റെ രക്തത്താൽ നിങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് നിങ്ങൾ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളായി മാറുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തെ തരും. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതമാകുന്ന പടകിൽ യേശു വന്ന് കഴിയുമ്പോൾ നിന്നെ തകർക്കുന്ന സകല ഭയാനകമായ വിഷയത്തിന്റെ നടുവിൽ നീ ജയം പ്രാപിക്കും. തകർക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം കേട്ടോ. രക്തം ചെയ്യും. യേശുവിനെ കൂടാതെയാണ് നീ യാത്ര ചെയ്യുന്നെങ്കിൽ, യേശുവിനെ കൂടാതെയാണ് നീ എന്തെല്ലാം ചെയ്താലും അതെല്ലാം പരാജയപ്പെടും. രക്തം ചെയ്യും. എന്നാൽ യേശു ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാവരിടത്തും നീ വിജയം കൊയ്യും. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസം എന്നത് പ്രാവർത്തികമാക്കപ്പെടുന്ന ശക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞ വിശ്വാസം എന്നത് ഭയത്തെ പുറത്താക്കുന്ന ദൈവശക്തിയാണ്. വിശ്വാസം എന്നത് ദൈവമക്കൾക്ക് ദൈവം കരങ്ങൾ തന്നിരിക്കുന്ന സർവായുധവർക്കമാണ്. വിശ്വാസം എന്നത് പ്രാവർത്തികമാക്കപ്പെടുന്ന ഒരു ശക്തിയാണ്. ആ വിശ്വാസത്തിന് ആദരവായി, അടിസ്ഥാനമായി പിന്നണിയിൽ കർത്താവ് നിൽക്കുന്നു എന്ന് ഹല്ലേലൂയ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന് ആധാരമായി നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ യേശു ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളിൽ യേശു ഉണ്ടെന്ന് നിങ്ങൾ എപ്പോൾ വിശ്വസിക്കുന്നോ അപ്പോൾ നീ പ്രതികൂലങ്ങളെ ജയിക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. യേശു ക്രിസ്തുവിൽ നീ എപ്പോൾ സമർപ്പണമായി മാറുന്നു, എപ്പോൾ നിന്നെ സമർപ്പിച്ചു കൊടുക്കുന്നു, ആ സമയത്ത് നിന്റെ ജീവിതത്തിന്റെ അല്പത്വം മാറി, അല്പവിശ്വാസം മാറി, നിന്റെ ജീവിതത്തിലെ ഭീരുത്വം മാറി. ഹല്ലേലൂയ. നീ ജയാളിയായി മാറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഭാഗം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവും അവന്റെ ദൂതന്മാരും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവ് വെളിച്ചമായി നിൽക്കുമ്പോൾ സാത്താൻ ഇരുളായി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി നിൽക്കുമ്പോൾ സാത്താൻ ഇരുളായി മാറും. അവന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ വെളിച്ചം ഉദിക്കുമ്പോൾ പേടിപ്പിക്കുന്ന പാതാള ശക്തികൾ സൂര്യനെ കണ്ട് മാഞ്ഞു പോകുന്നത് പോലെ ഓടിപ്പോകും. ഹല്ലേലൂയ. ഈ ഇരുളുണ്ടല്ലോ, ഇരുള് സൂര്യ വെളിച്ചം കാണുമ്പോൾ അങ്ങ് മാറിപ്പോകും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ പ്രകാശമായി ഉദിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇരുളായി നിൽക്കുന്ന സാത്താൻ ശക്തികൾ ഓടിപ്പോകുന്ന. ഹല്ലേലൂയ. ആത്മവിശ്വാസം ഓടിപ്പോകും. ഭീരുത്വം നിന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയിട്ട് നിങ്ങൾ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിലേക്ക് വരും. ഹല്ലേലൂയ. അപ്പൊ യേശു പറയാ, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന വേദപുസ്തകത്തിനകത്ത് ചില വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. ആമേ, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസിന് ശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മക്കൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ സമയത്ത് യേശു പറയുക, ഹല്ലേലൂയ,
യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്പുറമാണ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, പല വാർത്തകളും നിന്റെ ചെവിയിൽ കേൾക്കും, പല സന്ദേശങ്ങളും നിന്റെ ചെവിയിൽ കേൾക്കും. പക്ഷേ നിങ്ങൾ അവിശ്വാസിയായി മാറാതെ, ഭീരുവായി മാറാതെ, ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രം നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകും. യേശു പറയുന്ന വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ട് അകത്ത് ചെന്ന്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത് എത്ര എന്നവരോട് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ടോട് വായിക്കുന്ന അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു കുട്ടിയുടെ കൈക്ക് പിടിച്ചു, ബാലി എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ലേലിയ എന്ന് അല്ലലിയ അർത്ഥത്തോടെ തലീത കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്ന്, അവൾക്ക് 12 വയസ്സായിരുന്നു. അവിടെ വായിക്കുന്നുണ്ട്. അപ്പം പള്ളിപ്രമാണിയുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ഭീരുത്വം, അല്ലേ, അവന്റെ മകൾ മരിച്ചുപോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ പള്ളിപ്രമാണി ആകെ ചഞ്ചലപ്പെട്ട് ഭയപ്പെട്ടു പോയി. യേശു പറയാ, ഭയപ്പെടണ്ട, നീ വിശ്വസിച്ചാ മതി, നിന്റെ മകൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുന്നതാണ്. യേശു അവളെ ഉണർത്തി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇതേപോലെയുള്ള വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടാകണം. ഈ ലോകത്തിൽ ഒന്നിനെയും നീ ഭയപ്പെടാതെ വിശ്വസിച്ചുകൊണ്ട് നീ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മരണസമാനമായ വിഷയങ്ങൾ പോലും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അല്ലേരിയ മരണവാർത്ത നിന്റെ കാതുകളിൽ കേൾക്കത്തക്ക നിലയിൽ, മരണം നിന്റെ ജീവിതത്തിൽ, മരണത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ കേൾക്കത്തക്ക നിലയിൽ പ്രതിസന്ധികൾ നിന്നെ ഭയപ്പെടുത്തിയേക്കാം. പ്രൈസലോ, അവിടെ യേശു പറയാ, വിശ്വസിക്കുക, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം വായിച്ചാലും പരാജയത്തിന്റെ ശക്തിയായ ഭയത്തെ സാത്താൻ കൊണ്ടുവരുന്നതും അതേസമയം തന്നെ ജയത്തിന്റെ ശക്തിയാൽ വിശ്വാസത്തെ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നതും കാണാൻ കഴിയും. അല്ലേരിയ. അപ്പൊ സാത്താൻ എന്താ കൊണ്ടുവരുന്നത്? പരാജയത്തിന്റെ ശക്തിയായ ഭയത്തെ സാത്താൻ കൊണ്ടുവരും. അവിടെ തന്നെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ജയത്തിന്റെ ശക്തിയായ വിശ്വാസത്തെ യേശു നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരും. ലേരിയ. ഒരുവൻ വിശ്വാസത്തിൽ ബലമുള്ളവനായിരുന്നാൽ സകല ഭയത്തിൽ നിന്നും അവന് ജയം പ്രാപിക്കാൻ കഴിയും. ലേരിയ. ഒന്നുകൂടെ നമ്മുടെ വിശ്വാസത്തിൽ നിങ്ങൾ ബലമുള്ളവനാണെങ്കിൽ നിങ്ങൾ എല്ലാ മേഖലയിലും ജയിക്കുക തന്നെ ചെയ്യും. ഞാൻ മുമ്പ് ആവർത്തിച്ചു, നിന്റെ ബിസിനസ്സിലെ പരാജയം, നിന്റെ ജോലിയിലെ പരാജയം, നിന്റെ കൃഷിക്കകത്തെ പരാജയം, നിന്റെ മക്കളെ കുറിച്ചുള്ള പരാജയം, നിന്റെ ജീവിതത്തിലെ പരാജയം, എല്ലാ വിധത്തിലും പരാജയത്താൽ നീ അല്പവിശ്വാസിയായി വീരത്വത്തിന്റെ നടുവിലാണെങ്കിൽ രക്തം ചെയ്യും. അത് വിശ്വാസം എന്ന അനുഭവം നിന്റെ ഉള്ളിൽ ബലപ്പെടുകയാണെങ്കിൽ, അല്ലേലിയ, നീ കടന്നു പോകുന്ന സകല പ്രതിസന്ധികൾ നിനക്ക് അതിജീവിക്കാൻ കഴിയും. പ്രൈസലോ. ഇന്ന് പകൽ ഈ ദൈവത്തിന് വചനം പറയുമ്പോൾ വളരെ ആഗ്രഹിച്ച് കൃഷികൾ ചെയ്ത് കാറ്റ് വന്ന്, കൂട് വന്ന്, പേമാരി വന്നത് നഷ്ടപ്പെട്ടു പോയി, ജീവിതത്തിലെല്ലാം തകർന്ന് നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന കർഷകരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ ഉള്ളിൽ ബലം വന്നാൽ, വിശ്വാസത്തിന്റെ ബലം വന്നാൽ നിന്റെ ആ തകർച്ചയിൽ ദൈവം നിന്നെ മാനിക്കും. നിന്റെ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി തരും. ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ജീവിക്കാൻ വേണ്ടി ഒരു ബിസിനസ് ആരംഭിച്ചു വെച്ചു, ബിസിനസ് തുടങ്ങി, അതിന് ആ ബിസിനസ്സിനങ്ങോട്ട് പുരോഗതിയില്ല, അത് ഉയർച്ചയില്ലാതെ നഷ്ടങ്ങൾ മാത്രം അടച്ചു പൂട്ടുമോ എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നത്, വിശ്വാസം നിന്റെ ഉള്ളിൽ വർദ്ധിക്കുന്നെങ്കിൽ, വിശ്വാസം നിന്റെ ഉള്ളിൽ ബലത്തോടെ വ്യാപരിക്കുന്നെങ്കിൽ, അടച്ചു പൂട്ടുമെന്ന്, തകർന്നു പോകുമെന്ന്, മുമ്പോട്ട് ഉയരുകയില്ലെന്ന് വിചാരിച്ച നിന്റെ ബിസിനസ് രംഗം അഭിവൃദ്ധി പ്രാപിക്കും. ദൈവം അതിനെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. ജോലിക്കകത്ത് പരാജയപ്പെട്ട് ഇനി മതി, ഇനി ജോലി വേണ്ട എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട്
നീ ജോലി വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് ഹൃദയം കലകിയിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, സ്തോത്രം, അല്പം കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, ചെറിയ ഭയാനകമായ ഇരുളിന്റെ ആധിപത്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവന്നാലും, വിശ്വാസത്തിന്റെ ബലം നിന്നെ ശക്തിപ്പെടുകയാണെങ്കിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിനക്ക് ജയം പ്രാപിക്കാൻ കഴിയും. രക്തം ജയം, പൈസോ, അത് നിങ്ങൾ എല്ലായിടത്തും ജയാളിയ. പടകിൽ യേശു ഉണ്ടായിരുന്നിട്ടും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഭയവും ആശങ്കയും കടന്നു വന്ന് അവരുടെ ഫീൽഡിനെ പോലെ നിലവിളിക്കുക, നാഥാ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്നോർത്ത് നിലവിളിയുടെ ശബ്ദം ഉയരുമ്പോൾ അവർ യേശുവിനെ അമരത്തുനിന്ന് ഉണർത്തിക്കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ ശാന്തത വന്നു. ഹല്ലേലൂയ. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നീയത, നീ ഭയത്തിന് അടിമപ്പെട്ടു പോകരുത്, ആശങ്കപ്പെട്ടു പോകരുത്. നിന്റെ ജീവിതം തകരുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ജീവിതം തകർന്നതായിരിക്കാം, നിന്റെ ജീവിതം ഭാരത്തിലായിരിക്കാം, സങ്കടത്തിലായിരിക്കാം, നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയെന്ന് തോന്നിയേക്കാം. വളരെ ആഗ്രഹിച്ചു തുടങ്ങി വെച്ച ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വണ്ണം, വേണ്ടത്ര സന്തോഷം പ്രാപിക്കാൻ കഴിയാതെ വണ്ണം, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് പോകാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതം ഇടയ്ക്ക് വെച്ച് തകർന്ന അനുഭവത്തിന്റെ നടുവിലാണെങ്കിൽ, ഹല്ലേലൂയ, മാനസികമായി തകർന്ന ജീവിതത്തിൽ ഒരു ഫീൽവിനെ പോലെ നീ കഴിഞ്ഞു പോകുന്ന സാഹചര്യമാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, അതിനകത്തൊരു അഭിവൃദ്ധി, അതിനകത്തൊരു വിജയത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. കാരണം നിന്റെ ജീവിതമാകുന്ന പടകിൽ നീ യേശുവിന് സ്ഥാനം കൊടുത്താൽ മതി. വിശ്വാസത്തിൽ നീ ബലപ്പെടണം, വിശ്വാസത്തിൽ നീ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ശിഷ്യന്മാർ ഭാരപ്പെട്ടതുപോലെ നീ ഭാരപ്പെടരുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നതാകുന്നു കർത്താവിന്റെ ചോദ്യം. കർത്താവിന്റെ ചോദ്യം എന്താ? നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. മാർത്തയോടും മറിയോടും യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യോഹന്നാന്റെ സുവിശേഷം 11:40 വായിച്ചാൽ കാണാൻ കഴിയും. കാരണം അവരുടെ സഹോദരൻ ലാസർ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചു, കല്ലറയില്ല. മാർത്തയ്ക്കും മറിയയ്ക്കും അവർ തങ്ങളുടെ സഹോദരനെ കുറിച്ചുള്ള സങ്കടം മാറാതെ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് യേശുവിടെ ഒരിക്കൽ വരുന്നത്. അവരുടെ ആകുലതകളും പരാതികളും പരിഭവങ്ങളും എല്ലാം അവർ യേശുവോട് പറഞ്ഞു. ഹല്ലേലൂയ. യേശു മാർത്തയോടും മറിയോടും പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈശ്വരോ, അതെ, നിന്റെ ഉള്ളിൽ വിശ്വാസം വളരട്ടെ. നിന്റെ ജീവിതത്തെ തകർക്കുന്ന സകല അല്പവിശ്വാസവും അമിഭീരുത്വവും ആശങ്കകളും മാറ്റിക്കളഞ്ഞ് നീ വിശ്വസിച്ചാൽ, നാറ്റം വെച്ച ലാസറിനെ ജീവനോടെ മാർത്തയ്ക്കും മറിയയ്ക്കും ഏൽപ്പിച്ചു കൊടുത്തൊരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന്, നിന്നെ ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവം പുതിയതൊന്ന് ചെയ്യും. സഹോദരി, നടക്കുവാൻ കഴിയാതെ നീ ആയിരിക്കുന്ന സാഹചര്യമാണോ? നിന്റെ നരിയാണികൾ ഉറപ്പിച്ച് നിനക്ക് നടക്കുവാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ, ശരീരമാസകലം വരിഞ്ഞു ഉറുക്കുന്ന വിധത്തിലുള്ള വേദനയാൽ നീ ഭാരപ്പെടുന്നെങ്കിൽ, മാറാത്ത തലവേദന നിന്നെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ, ദിനംതോറും എത്രമാത്രം മരുന്ന് ചെയ്തിട്ടും വിട്ടുമാറാത്ത ചില വയറുവേദനകൾ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ജോയിന്റുകളും പേശികളും രക്തധമനികളിലും എല്ലാ നാഡി നരമ്പുകളും അല്ലെങ്കിൽ അസഹ്യമാക്കത്തക്ക വിധത്തിൽ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ ശരീരത്തിന്റെ ബലഹീനത കണ്ട് നീ ഭീരുവായി മാറാതെ, അല്പവിശ്വാസം നിന്റെ ഉള്ളിൽ വരാതെ, നിന്റെ ജീവിതമാകുന്ന പടകിൽ നീ യേശുവിന് ഇടം കൊടുത്താൽ നിന്റെ രോഗത്തെ ശമിപ്പിക്കുവാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. ഇന്ന് പകൽ ചിലരുടെ ഉള്ളിൽ ദൈവം സൗഖ്യത്തിന്റെ കരം പ്രവർത്തിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് പകൽ ദൈവം സൗഖ്യം തരാൻ പോവുകയാണ്. അത് നീ വിശ്വസിക്കുന്നെങ്കിൽ അവിശ്വാസിയാകാതെ നീ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ,
അപ്പൊ നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ ദൈവം ചെയ്യുമെന്ന്. അതെ, ഇന്ന് പകൽ ആരെങ്കിലും കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അതിൽ നിനക്കൊരു മോചനം ദൈവം തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ മഹത്വം നീ കാണണം. നിങ്ങൾ വിശ്വസിച്ചാൽ മലകൾ പറഞ്ഞു പോകും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ അത്തിമരം വേരോടെ പറഞ്ഞ് കടലിൽ വീഴും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങിപ്പോകാൻ പ്രാർത്ഥിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. വിശ്വാസത്താൽ ഈ അത്തിയോട് ഹല്ലേലൂയ വേരോടെ പറഞ്ഞ് ആമി പോകാന്ന് പറഞ്ഞാൽ അതല്ല, വേരോടെ പറഞ്ഞു കടലിൽ വീഴും എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചാൽ ഒരിക്കലും പതറിപ്പോകുകയില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ പതറിപ്പോകാതെ ഹല്ലേലൂയ നിന്നെ പണിതുയർത്തുവാൻ യേശുവിനെ കഴിയും. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ വിശ്വാസത്തിൽ ഭയപ്പെടാതെ ധൈര്യമായി നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവെന്ന് ഇബ്രാഹിം ലേഖനം 11:33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. ആമി, സ്തോത്രം. സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അവരെ തിരികെ കിട്ടി എന്നൊക്കെ അവിടെ കാണുന്നുണ്ട്. അതെ, വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികൾ, അവർ ജീവിതത്തിൽ ഭീരുവായി മാറാതെ, അല്പവിശ്വാസികളായി മാറാതെ വിശ്വസിച്ചത് കൊണ്ട് അവരിൽ കൂടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്തു. മത്തായിയുടെ സുവിശേഷം 21-22 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ എങ്ങനെ കാണുന്നു? ഹല്ലേലൂയ. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അത് യേശു പറയാൻ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് നീ എന്ത് യാചിച്ചാലും ഹല്ലേലൂയ അതിന് മറുപടി യേശു തരും. ഇത് മനുഷ്യന്റെ വാക്കല്ല. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് ജനത്തോട് പറഞ്ഞ വാക്കുകളാണ്, വചനങ്ങളാണ്. ആ വചനം ജീവനുള്ളതാണ്. അതെ, വിശ്വസിക്കണം. പ്രൈസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നാം വായിച്ച വചനം എന്താണ്? നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവരെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്ന് ശാന്തതയുണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. നമ്മൾ ലൂക്കോസ് സുവിശേഷം 8:24-25 വായിച്ചു. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിലും നമ്മളെ ഭാഗം വായിച്ചു. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഹല്ലേലൂയ. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിന്റെ വിശ്വാസം എവിടെ? വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ, ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ നീ കഠിനമായ ശോധനയുടെ കടന്നു പോകുന്നത്. അതെ, യേശു പറയാ, അല്പവിശ്വാസി, നീ എന്തിന് ഭീരുവാകുന്നു? ഹല്ലേലൂയ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതേ, കാറ്റിനെയും കടലിനെയും നിർമ്മിച്ചവൻ, ഈ കാണുന്ന പ്രകൃതിയെ കാണുന്ന സകലത്തെ നിർമ്മിച്ചവൻ, സകലത്തിന്റെ ഉടയവൻ, സകലത്തെ അടക്കി ഭരിക്കുന്നവൻ, സകലത്തെ നിയന്ത്രിക്കുന്നവൻ, സകലത്തിന്റെയും അധികാരമുള്ളവൻ യേശു നിന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതമാകുന്ന പടകിലുണ്ടെങ്കിൽ നീ ഒന്നിനെയും ഭയപ്പെടേണ്ട. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പകൽ ആരെങ്കിലും ജീവിതത്തിൽ തകർന്ന് ഇരിക്കുന്ന അനുഭവമാണെങ്കിൽ, മരണം മാത്രം ആഗ്രഹിച്ച് നീ ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്നതാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തലയുയർത്തുവാൻ കഴിയാതെ വേദനയോടെ ഇരിക്കുന്ന ജീവിതങ്ങളുണ്ട്. മാരകമായ ശാരീരികമായ ക്ഷീണങ്ങൾ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. മരണാസന്നിലായിരിക്കുന്നവരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ യേശുവിൽ വിശ്വസിക്കുക. നിന്റെ ജീവിതമാകുന്ന പടകിൽ യേശുവിന് സാന്നിധ്യം കൊടുക്കുന്നെങ്കിൽ, യേശുവിന് സ്ഥലം കൊടുക്കുന്നെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് പകൽ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കഴിയാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൂടിയുന്ന വലിയൊരു ചെറിയ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർത്തത്തിൽ അനുഭവത്തിലെ സമയം ചോറോട്ടനെ ചോടരും ജുവൽ തടവറയിലായിരിക്കുന്നവർക്കായി
വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നു, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖല ഭരിക്കുന്ന ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, ക്രമസമാധാന പാലകരെ, ആമി കർത്താവിനെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിനെ, വിവിധ സെക്ഷൻ മേഖലകളെ, ജുഡീഷ്യൽ വിവിധ മേഖലകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കേരളത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോക രാജ്യങ്ങളെ 800 കോടിയധികം ജനത്തിനായി, ഇന്ത്യയുടെ കർത്താവ് 140 കോടി ജനത, കേരളത്തിലെ 3 കോടി ജനത്തിനായി, പാപത്തിനും ശാപത്തിനും മദ്യത്തിനും മയക്കിനും വംശ ലഹരി പദാർത്ഥം കടിവുപെട്ട് ജീവിതത്തിൽ ആശപ്പെട്ട് ജീവിതത്തിലും ജോലിയിലും യാത്രയിലും കൃഷിയിലും ബിസിനസ്സിലും പരാജയപ്പെട്ട് വിദേശ രാജ്യങ്ങൾ കടന്നുപോയി ജോലിയില്ലാതെ ഭാരത്തിൽ കഷ്ടം സഹിക്കുന്നവരെ ഇന്ന് പകൽ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലയും കർത്താവ് ഉയർച്ച കൊടുക്കണമേ. കരയിലും കടലും അവകാശമാർഗം വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്ത് യാത്രാമിച്ചു വിമാന നിർമ്മിതാക്കൾ സെയിൽസ് ചെയ്യുന്നവരെ, കടലോരവാസികളെ, തീരദേശവാസികളെ, ഹല്ലേലൂയ, കർത്താവ് മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവരെ, കർത്താവ് കരയിലും കടലും ആകാശ മാർഗങ്ങളിലൂടെ ആമി കർത്താവ് സഞ്ചരിക്കുന്ന സകലരെയും, സമുദ്രത്തിന്റെ ആഴങ്ങളും ഖനികളിലും കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, വലുത് ചെറുത വ്യാപാരികൾ, വ്യവസായികളെ, കർത്താവ് സ്തോത്രം, കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ് രംഗത്ത്, ഭരണ പാർട്ടികളുടെ മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടന രംഗത്ത്, ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുക. ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ഭാഗ്യ മേഖല, സഹകരണ മേഖലയിൽ, പൊതുമേഖലയിലുമായിരിക്കുന്നവർ കർത്താവ് കുള്ളിലോട്ട് കൊട്ടാരം ഇവരെ പാർക്കുന്ന ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനം അല്പവിശ്വാസികളായി മാറാതെ, ഭീരുക്കളായി മാറാതെ, അവരുടെ ജീവിതമാകുന്ന പടകിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് അവർ കടന്നുപോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഒരു വിജയത്തിന്റെ മുന്നേറ്റം, ഒരു അനുഗ്രഹത്തിന് മുന്നേറ്റം ജനത്തിന് കൊടുക്കണമേ. സാത്താൻ കൊണ്ടുവരുന്ന സകല ഇരുളിന്റെ ആധിപത്യം വിടിവിച്ചിട്ട് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ ഉറച്ച്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ജനത്തെ ഒരുക്കണമേ. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.